കുറ്റവും ചെയ്യാതെ നാട്ടിലാർക്കും ഒരുവരെ ഒരു ചീത്തപ്പേരില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹമാണ് നമ്മളെ വിട്ടുപിരിഞ്ഞത്. ഞങ്ങൾ അച്ഛനെയും അമ്മയും കണ്ടു. വളരെ ശോചനീയമായൊരു സ്ഥിതിയാണ് അവരത്. ഇപ്പോഴും അവർ കണ്ണുനീര് പറ്റിയിട്ടില്ല. ഇപ്പോഴും ആ ദുഃഖത്തിൽ കഴിയുക. ഒരു കുറ്റവും ചെയ്യാതെ നാട്ടിലാർക്കും ഒരുവരെ ഒരു ചീത്തപ്പേരില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹമാണ് നമ്മളെ വിട്ടുപിരിഞ്ഞത്. നാടിനത് പൊറുക്കാൻ കഴിയാത്ത വിഷമമാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെ പല ആളുകളും വലിയ ആളാവാൻ വേണ്ടി പുതിയ തന്ത്രം സ്വീകരിക്കുക. ആ ഒരു തന്ത്രമാണ് ഇവിടെ നമ്മൾ കണ്ടത്. സ്വയം വലിയ ആളാവാൻ വേണ്ടി ഒരാളെ കൊണ്ടുപോയി പ്രതിയാക്കി. അങ്ങനെ പ്രതിസ്ഥാനത്ത് വന്നതാണ് ഈ ചെറുപ്പക്കാരൻ. എന്തെങ്കിലും ഒരു ചീത്തപ്പേര് ഇതുവരെ ആ ചെറുപ്പക്കാരൻ്റെ പേരിലുണ്ടായതായി ആരും പറയുന്നില്ല. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ സംഭവം നമ്മളെ മുമ്പിൽ പെടുന്ന ഒരു കാര്യമാണ്, നമ്മളെ കൺമുമ്പിൽ. ഇത് പലപ്പോഴായി നമ്മുടെ നാട്ടിലെ പല ഭാഗത്തും വന്നേക്കാം ഇതുപോലെ. കാരണം ആളുകൾക്ക് പെട്ടെന്ന് വൈറലായി നാട്ടിൽ വരാൻ വേണ്ടിയുള്ളൊരു പുതിയ ഉപാധിയായി ഇതിനെ മാറ്റാൻ വേണ്ടിയാണ്. അതിനു വേണ്ടി ഈ ചെറുപ്പക്കാരനെ ബലിയാടാക്കി. അതുകൊണ്ട് അത് പൊറുക്കാൻ കഴിയാത്തൊരു കുറ്റമാണ്. നിയമത്തിന് വഴിയെല്ലാം പോകട്ടെ. ഞാനിപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ആ കുടുംബത്തിന് വേറെ ഒരു വഴിയുമില്ല. അവർക്ക് സഹായം ഈ നാടാണ്. നമ്മളെ നാട് എന്ന് ഒരുമിച്ച് നിൽക്കും. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നുണ്ടാ, എല്ലാവരും വിഷമത്തിലുണ്ടെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു നല്ല മനസ്സ് ഇവിടെയുണ്ട്. ആ മനസ്സ് ഉണ്ടാവണമെന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സർക്കാർ ഈ കാര്യം ശ്രദ്ധിക്കണം. സാധാരണ ഇതുപോലുള്ള പല കേസുകളിലും സർക്കാർ സഹായിക്കാറുണ്ട്. ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ സഹായം ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അത് ഞാൻ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം. കാരണം അതിൻ്റെ മാർഗമുണ്ട്. സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു അപകടത്തിൽ മരിച്ചതാണെങ്കിൽ നമ്മൾ സഹായിക്കാറുണ്ട്. ഇത് അപകടത്തെക്കാളും വലുതാണ്. അപകടം യാദൃച്ഛികമായി ഉണ്ടാക്കുന്നതല്ലേ. ഇത് സൃഷ്ടിക്കപ്പെട്ട ഒരു കൊലയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് നിയമപരമായ കാര്യങ്ങളെല്ലാം അതിൻ്റെ വഴിയിൽ പോകട്ടെ. ഈ കുടുംബത്തെ സർക്കാരിൻ്റെ പൂർണ്ണ സഹായത്തോടു കൂടി സംരക്ഷിക്കണമെന്നാണ് പറയാനുള്ളത്. ജനങ്ങളുടെ സഹായം ഉണ്ടാവണം. ജനങ്ങളും സർക്കാരും കൂടി ചേർന്ന് ഈ കുടുംബത്തെ സംരക്ഷിക്കണം. അതോടനുബന്ധിച്ച നാട്ടിൽ ഒരു സന്ദേശവും വരണം. ഇതുപോലുള്ള രീതികൾ ഈ നാട്ടിൽ വളരെ വളർന്നു വരാതിരിക്കുന്നതിനുള്ള വലിയ കരുതലുകൾ നമ്മുടെ നാട്ടിലുണ്ടാവണം. അതിനുവേണ്ടി വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചോദിച്ചു നിങ്ങൾ സ്ത്രീപക്ഷ നിയമങ്ങളുടെ ഒരു ദുരുപയോഗമൊക്കെ ഉണ്ടാവുന്നുണ്ടോ? സ്ത്രീപക്ഷ നിയമങ്ങളൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ദുരുപയോഗം പോലെയൊക്കെ ചർച്ചകൾ വരുന്നു. എന്ത് ചർച്ചകൾ? സ്ത്രീപക്ഷ നിയമങ്ങളുടെയൊക്കെ ഒരു ദുരുപയോഗം. അതെ, അത് നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടിയാണ്. കേരളം എല്ലാ കാര്യത്തിനും മുമ്പിലാണല്ലോ. സ്ത്രീകൾക്ക് ഒരുപാട് സംരക്ഷണം കൊടുക്കുകയും ഒരുപാട് അധികാരങ്ങൾ കൊടുക്കുകയും നാടായി നാട്. ത്രിതല പഞ്ചായത്തിന് 50% സ്ത്രീകളെ സംരക്ഷണമുണ്ട്. ഇപ്പം നമ്മുടെ ഒരു സ്ത്രീ ഇവിടെ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കോർപ്പറേഷൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അധികാര സ്ഥാനങ്ങളുണ്ട്. അത് നല്ല കാര്യമാണ്. സ്ത്രീകൾക്ക് നമ്മുടെ നാട്ടിൽ നല്ല പ്രാതിനിധ്യം കൊടുക്കണം, അംഗീകാരം വേണം. അവരിനിയും വളർന്നു വരണം. അങ്ങനെയുള്ളൊരു അവസരം അതിന് വേണ്ട പോലെ ഉപയോഗിക്കുന്നതിന് പകരം ഇങ്ങനെ കുൽസിത മാർഗത്തിൽ കൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് അപകടകരമായ സ്ഥിതിയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ വരാതിരിക്കാൻ വളരെ ജാഗ്രത നമ്മളെ ഭാഗത്തുണ്ടാവണം. സ്ത്രീ എന്ന രീതിയിൽ എങ്ങനെ മുഴുവൻ സ്ത്രീകളെയും തെറി പറയുന്ന ഒരു അവസരമായിട്ട് ഒരു കൂട്ടം ആളുകൾ ഇതിന് ഉപയോഗിക്കുന്നു. അല്ല, അങ്ങനെ പറ്റില്ല.
സ്ത്രീകളെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഇതുപോലൊരു സംഭവത്തിൽ പ്രതിയായിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്ന് പറയുന്നത് അതൊക്കെ ഒരു തരത്തിലും ആരും സ്വീകരിക്കുന്നൊരു കാര്യമല്ല. സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മളെ ജനങ്ങളും ഗവൺമെൻറ്റും അതിന് പരിഹാര മാർഗ്ഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, സ്ത്രീകളുടെ ജീവിതത്തിൽ ഇന്നുള്ള ദൈന്യത മാറ്റാനാണ് നമ്മൾ ഈ 35 വയസ്സുകളിലും മുതലുള്ള സ്ത്രീകൾക്ക് 1000 രൂപ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ സ്ത്രീകൾക്ക് സംരക്ഷണത്തിന് എല്ലാ വഴിയും, സർക്കാരിൻ്റെ വഴിയും മറ്റ് നിയമത്തിൻ്റെ വഴിയും എല്ലാമുണ്ട്. എന്നാൽ ഈ ഒരു സംഭവം കൊണ്ട് സ്ത്രീകളെല്ലാം കുറ്റവാളികളാണെന്നൊരു രീതിയിൽ അങ്ങനെ ഒരു ചർച്ച വരുന്നത് വളരെ അപകടകരമാണ്. ആ ചർച്ച നമ്മുടെ നാട്ടിൽ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചുകൂടാ. അത് അപകടകരമായ പ്രവണതയാണ്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, പുരുഷന്മാർക്ക് ഒരു കമ്മീഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. അത് സ്ത്രീകൾക്കൊക്കെ പല സംരക്ഷണത്തിനുള്ള കമ്മീഷനില്ലേ എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ വരുന്നവരെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ അതല്ല ശരി. സ്ത്രീകൾക്ക് അവർക്ക് ലഭിക്കേണ്ടതായ എല്ലാ അവകാശങ്ങളും സംരക്ഷണവും നമ്മുടെ നാട്ടിൽ തുടർന്ന് ഉണ്ടാവണം. ഈ സംഭവത്തിൻ്റെ പേരിൽ സ്ത്രീപക്ഷത്തെ മുഴുവൻ കുറ്റപ്പെടുത്താനുള്ള ഏർപ്പാട് ആരുടെ ഭാഗത്തുനിന്നായാലും അത് അംഗീകരിക്കാൻ പറ്റില്ല. അത് അപകടകരമായ സ്ഥിതിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.